അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെ കമൻറ്റാണ് എൻ്റെ ഒരു മോട്ടിവേഷനും കൂടെ. അപ്പോൾ നമ്മളെ വീഡിയോ ലണ്ടനിൽ നിന്നൊക്കെ കാണലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടുകാർ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടേനും. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മളെ തുടർന്നുള്ള വീഡിയോസിന് നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതാ രാവിലെ ഐഫക്കുട്ടിനെ മദ്രസയിലൊക്കെ കൊണ്ടുപോയി വിട്ട് വന്നു. പിന്നെ ഞാൻ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആക്കാനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കണ അപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിയൊക്കെ അരച്ച് വെച്ചിട്ടാണ് ഞാൻ ഐഫക്കുട്ടിനെ കൊണ്ടാക്കാൻ പോയത്. ഐഫക്കുട്ടിക്ക് പിന്നെ രാവിലെ ബ്രെഡും ചായയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അരച്ച മാവൊക്കെ ഞാൻ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അപ്പത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മാവ് കുറച്ച് നല്ലോണം ലൂസായിട്ട് വേണം, എന്നാലാണ് ഈ ഒരു അപ്പം നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അപ്പം നല്ല കട്ടിയായിട്ടേ കാരണം കട്ടിയാകുമ്പോൾ കുട്ടികൾക്കൊന്നും അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കട്ടി കുറഞ്ഞുള്ള അപ്പമാണ് ഇഷ്ടം. കട്ടി കുറഞ്ഞുള്ള അപ്പം കിട്ടണമെങ്കിൽ കുറച്ച് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ മാവൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി പിന്നെ അതിക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെയും വെള്ളം കുറച്ച് കുറവാണോ എന്നൊരു തോന്നൽ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തേക്ക്. അങ്ങനെ മാവൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഗ്യാസുമ്മ തന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പം. ഞാനിപ്പോൾ വിറകടുപ്പ് കത്തിക്കാൻ പോകണില്ല. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേന് കേട്ടോ. ഇന്നലെ ഞാൻ പുറത്ത് പോകാനൊക്കെ ഉണ്ടേന്. പിന്നെ എന്താണെന്നറിയില്ല, ഇന്നലെ ഭയങ്കര മടി. പുറത്ത് പോകാനുണ്ടെങ്കിലും ഞാൻ വേഗം പണികളൊക്കെ തീർത്ത് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ശ്രമിക്കലുണ്ട്. പക്ഷേ ഇന്നലെ എന്തോ അറിയില്ല, ഒരു ഭയങ്കര മടി കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി ഒരു 10-11 മണിയൊക്കെ ആവുന്ന സമയത്താണ് നിങ്ങളെ കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ തന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ കമൻറ്റൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ എന്തിനാ ഇപ്പോൾ വീഡിയോ ഇടാതെ നിൽക്കണമെന്ന് വിചാരിച്ചാണ്ട് ഇന്ന് രാവിലെ തന്നെ വേഗം വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് 2 മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം വീഡിയോ ഒക്കെ എടുക്കുന്നതും വേഗം ഓരോ ജോലികളൊക്കെ ചെയ്യുന്നതും. അപ്പോൾ അപ്പം ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അപ്പത്തേക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറി ഇന്നലെ രാത്രി ഞാൻ ചപ്പാത്തിക്ക് മുട്ടക്കറി ഉണ്ടാക്കിനി. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല. വേറെ കറി ഉണ്ടാക്കിയാൽ പിന്നെ ആ ഒരു കറി വേസ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ വെറുതെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു അപ്പത്തേക്ക് കുട്ടികൾക്കൊക്കെ ചട്നിയാണ് ഇഷ്ടം. എന്നാലും ഇപ്പോൾ ആ മുട്ടക്കറി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പമൊക്കെ ചുട്ട് കറിയൊക്കെ ചൂടാക്കി പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചോറും അതേപോലെ തന്നെ ചോറിന് കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉള്ളൊരു മീൻകറിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കണം. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പതിവ് പോലെ തന്നെ പാത്രങ്ങളൊക്കെ അവിടെ നീക്കി വെച്ചാണ്ട് അടുപ്പ് കത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തുണികളൊക്കെ അലക്കാണ്ടിനി അതൊക്കെ സോപ്പും പൊടിയിലിട്ട് വെച്ചു. പിന്നെ അതേപോലെ തന്നെ മുറ്റം അടിച്ചു വാരുന്നുണ്ട്. മേലുള്ള മുറ്റം ഐഫക്കുട്ടിനെ കൊണ്ടാക്കി വന്നപ്പോൾ അപ്പം തന്നെ അടിച്ചേരിയിട്ടാണ് കേട്ടോ താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ചു. പിന്നെ ഇപ്പോൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കറി ഉണ്ടാക്കാൻ മീനുണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ ഉപ്പേരി ഉണ്ടാക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു മുരിങ്ങ കൊമ്പൊക്കെ പൊട്ടിച്ചിട്ട് മുരിങ്ങ അതാ കൊണ്ടുവന്നിട്ടുണ്ട്. മുരിങ്ങൻ്റെ ഇലയൊക്കെ വെറുതെ പഴുത്ത് പോവാണ് കേട്ടോ. അപ്പോൾ മുറ്റത്ത് മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞ പോലെ നമ്മളെ മുറ്റത്ത് മുരിങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ മുരിങ്ങയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിക്കാറില്ലേ മുരിങ്ങ കൊണ്ടുള്ള കൂട്ടാനും കറിയൊക്കെ. അപ്പോൾ ഇവിടെ ഇഷ്ടമില്ലായിട്ടൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കേ കാരണം ഇതിങ്ങനെ ഊരിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതിന് മടിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാത്തത്. പിന്നെ മുരിങ്ങയും തന്നെ മേലെയാണ് നല്ലോണം, താഴെ ഉള്ളതൊക്കെ ഞാൻ ഒടിച്ചങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കൊമ്പൊക്കെ പൊട്ടിച്ചുകൊണ്ട് കുറച്ച് അധികം മുരിങ്ങ കിട്ടിയേക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു മുരിങ്ങ തോരൻ ഉണ്ടാക്കണം. അപ്പോൾ മുരിങ്ങക്കൂരിനീൻ്റെ അടുക്ക് തന്നെ ചോറിനുള്ള അരിയൊക്കെ കഴുകിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ വെള്ളം കുറച്ച് നേരത്തെ വെച്ചിരുന്നല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അങ്ങനെ അരിയൊക്കെ കഴുകി ഇനി തിളച്ച വെള്ളം കൊണ്ട് ഒന്നും കൂടെ അരിയൊക്കെ കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ്. ഇത് റേഷൻ അരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ 2 കൈ കൊണ്ട് നല്ലോണം തിരുമ്മിയിട്ട് വേണം കഴുകാൻ. നല്ല കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ചൂടുവെള്ളമൊന്നും ഇല്ല ഇനി അപ്പോൾ ഞാൻ പച്ചവെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ കഴുകിയത്. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ തിളച്ച വെള്ളം കൊണ്ടൊന്ന് കഴുകും ചെയ്യും. അപ്പോൾ എന്തായാലും അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചോറൊക്കെ വേവണ ആ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്ക് വേഗം മുരിങ്ങയൊക്കെ ഊരിയൊക്കെ എടുക്കാം.
മുരിങ്ങ നമ്മൾ ഒടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നല്ലോണം കുടഞ്ഞെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ചെറിയ എട്ടുകാലി ഉണ്ടാവുമല്ലോ പച്ച കളറിലുള്ള, അതുണ്ടാവും, അല്ലെങ്കിൽ പുഴുക്കളുണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ കുക്കിംഗ് ഒക്കെ പഠിക്കണേ, അവർക്കൊന്നും ചിലപ്പോൾ അതൊന്നും അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മുരിങ്ങയൊക്കെ ഊരി വെച്ചു. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയിട്ട് നമ്മൾ ഓട്ടപാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞാണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ചെറിയ കുഞ്ഞു കാന്താരി മുളകില്ലേ അതെടുത്തിക്കണ്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവന് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു അടുപ്പത്ത് ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ചീനച്ചട്ടി തന്നെ വെച്ചിരിക്കണം കേട്ടോ. മുരിങ്ങ കാണുമ്പോൾ കുറേ ഉണ്ടാവും, പിന്നെ ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്, കുറേ ഉണ്ടായതുകൊണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്ക്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചോറൊക്കെ ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരി ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, നനഞ്ഞ കഷ്ണം കൊണ്ട് ഒന്ന് തുടച്ചു കൊടുത്തേക്കാണ്. പിന്നെ ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അധികം എടുത്തിക്കണം കേട്ടോ ചെറിയ ഉള്ളി. പിന്നെ അതേപോലെ തന്നെ ഒരു 4-5 അല്ലി പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനിയും അതും ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഉണങ്ങിയ കാന്താരി മുളക് ചേർത്ത് കൊടുത്തു. പിന്നെ പച്ച കുഞ്ഞു കാന്താരി മുളക് എടുത്ത് ഞാൻ കാണിച്ചല്ലോ, അതൊന്ന് ചതച്ചെടുത്തുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി കാന്താരി ചതച്ചു, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞും ചെയ്തു. പിന്നെ ആ എണ്ണയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിത് അവിടെ കഴുകി വെച്ചാൽ മുരിങ്ങ അതിക്കിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും കറി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുരിങ്ങ വേവേറി പോകരുത്. മുരിങ്ങ വേവേറി കഴിഞ്ഞാൽ കയ്ക്കും, അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ മുരിങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തു. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഈ മുരിങ്ങ കഴുകി ആ ഒരു വെള്ളത്തിൻ്റെ നനവുണ്ടേനി അതിൽ, ആ ഒരു ഇതിലാണ് കേട്ടോ ഇത് വേവിച്ചെടുത്തത്. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ കുറച്ച് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിന് കേട്ടോ തേങ്ങയ്ക്ക്. അത് ചേർത്താണ്ട് പിന്നെ ഒന്ന് ചതച്ചെടുത്തു. പിന്നെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടച്ചു വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിന് വേവന്നല്ല കേട്ടോ, വേവ് കുറവാണ്. എന്നാലും ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ അത്ര പെട്ടെന്ന് വെന്തിട്ടൊന്നുമില്ല. കുറച്ച് നേരം അങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാവുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മുരിങ്ങ വേവിച്ചെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടാവും അറിയാത്തവർ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ മുരിങ്ങോപ്പേരി ഉണ്ടാക്കി വെക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആ ചട്ടിയിൽ കുറച്ച് മുരിങ്ങ ഇട്ടിട്ട് കുറച്ച് ചോറും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടാറിയിട്ടൊന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ചൂടാറിയിട്ട് നമ്മൾ ചിഞ്ചൂന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുരിങ്ങപ്പേരിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് മീൻ കറിയും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോഴത്തേന് ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരട്ടെ നിങ്ങൾക്ക്. ഇത് ഞാൻ കുറച്ച് മുന്നേ ഇതിൻ്റെ റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ ചില കൂട്ടുകാർക്കൊക്കെ ഇത് കാണുമ്പം തന്നെ മനസ്സിലാവും അത്തീനാണ് കേട്ടോ ഇത്. അന്നത്തെ നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറച്ച് കൂട്ടുകാരൊക്കെ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടേനും. അതേപോലെ തന്നെ ഞാനും ഇപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത്. ഇത് 3 വയസ്സ് മുതൽ പ്രായമായ ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ആൾക്കാർക്ക് കഴിച്ചെന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. ഇതിൽ പഞ്ചസാര, എണ്ണ, രാസപദാർത്ഥങ്ങൾ തുടങ്ങിയവ ചേർക്കാതെ പ്രകൃതിദത്ത വിഭവങ്ങളാൽ തയ്യാറാക്കുന്നതും യാതൊരുവിധ പാർശ്വഫലങ്ങളില്ലാത്തതുമായ ഒരു ഉത്തമ പോഷകാഹാരമാണ് കേട്ടോ അത്തീൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത്തിപ്പഴം, ഈത്തപ്പഴം, മുന്തിരി, ബദാം, കശുവണ്ടി, കറുത്ത എള്ള്, കരിഞ്ജീരകം, ജീരകം, ബാർലി, നെല്ലിക്ക, തേന്, മഞ്ഞൾ, ഇരട്ടിമധുരം, അയമോദകം, കറാമ്പൂ, ചുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത്തീന്. ദിവസവും ഭക്ഷണത്തിന് അരമണിക്കൂറിന് ശേഷം 1 സ്പൂൺ വീതം 2 നേരം കഴിക്കുക കേട്ടോ. അപ്പോൾ ഈ ബ്ലഡ് കുറവുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ പിന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും പിന്നെ ഈ വയസ്സറിയിക്കുന്ന പെൺകുട്ടികൾക്കും അതേപോലെ തന്നെ നമ്മളെ സുന്നത്ത് കല്യാണം കഴിച്ച് കിടക്കുന്ന ആൺകുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അത്തീന്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരമാണ് കേട്ടോ അത്തീന്. ചില ആൾക്കാർക്ക് പീരീഡ്സ് ഒന്നും കറക്റ്റ് ടൈമിലാവില്ലല്ലോ, അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നോർമൽ ആവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കും കൊടുക്കുക, അതേപോലെ തന്നെ നമുക്കും കഴിക്കുക. നമ്മളെ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കഴിക്കുക, എല്ലാവർക്കും കഴിക്കുക കേട്ടോ. അപ്പോൾ അത്തീന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് നമ്പർ ഞാൻ നമ്മളെ സ്ക്രീനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ MRP 590 രൂപയാണ് കേട്ടോ. അതേപോലെ തന്നെ വെയിറ്റ് വരുന്നത് 450 ഗ്രാമാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.
ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ കഷ്ണ മീനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മത്തിയോ അയിലേ എന്ത് മീൻ വെച്ചു ഈ ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മീൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ മണ്ണിൻ്റെ ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് ഇതാ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അവിടെ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ 4 എടുത്തിരിക്കുന്നത്. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 1 അല്ലെങ്കിൽ ഒരു മീഡിയം തക്കാളിയൊക്കെ ആണെങ്കിൽ 2 അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു തക്കാളിയാണ്, അതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളി ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാണ് കേട്ടോ. അപ്പോൾ ആ തക്കാളി കരിയാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ എണ്ണ നല്ലോണം ചൂടായിക്കണം, അതുകൊണ്ട് തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് വരും കേട്ടോ. തക്കാളി ഇതിൻ്റെ മേലത്തെ തൊലിയൊക്കെ കീഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ തക്കാളി ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിക്ക് തക്കാളി മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് പിന്നെ ഈ എണ്ണയ്ക്ക് തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, അതേപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിലും അതുമൊക്കെ അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ മീൻ എത്രത്തോളമാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ മീൻ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു 10-15 ചെറിയ ഉള്ളി ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചിൻ്റെ കഷ്ണവും തൊലിയൊക്കെ കളഞ്ഞാണ്ട് അതും ഒന്ന് കട്ട് ചെയ്തിട്ട് അതുമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സമയം കൊണ്ട് നമ്മളെ തക്കാളിൻ്റെ തൊലിയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. തക്കാളി നല്ല ചൂടാണെന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ തൊലിയൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ നമ്മളെ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വാടി വന്നിക്കണം കേട്ടോ. അപ്പോൾ അതും ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാറണം. ചൂടോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ മിക്സിയൊക്കെ കേടുവരും. അപ്പോൾ അത് ചൂടാറി അരച്ചെടുത്തൊക്കെ വരുമ്പോഴത്തേന് നമ്മളെ പിന്നെ ചട്ടിയിലുള്ള എണ്ണയൊക്കെ ചിലപ്പോൾ കരിഞ്ഞിട്ട് പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കും ചെയ്യുക. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ കൊണ്ടുപോയാണ്ട് പിന്നെ ജാറിലിട്ട് കൊണ്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നു. പിന്നെ വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. പിന്നെ തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ എണ്ണയ്ക്ക് ചേർത്ത് കൊടുത്തിന് കേട്ടോ. കുറേ ഒന്നും ചേർക്കണ്ട, കുറച്ച് മതി, ബാക്കി അതിലുണ്ടേന്. പിന്നെ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടിയിട്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ ഒരു ഉള്ളിൻ്റെയും തക്കാളിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ അതേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുത്തതാണ്, എന്നാലും ഒന്നും കൂടെ ഈ ഒരു എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തു. മുളക് പൊടി കുറച്ചധികം ചേർത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കുക, മുളക് പൊടി കുറച്ച് കൊടുത്താൽ മതി. പിന്നെ ആ എണ്ണയിലിട്ടിട്ട് നല്ലോണം പൊടികളൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തു. ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തു. എന്നിട്ട് ഞാൻ പുളിവെള്ളമാണ് കേട്ടോ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളടുത്ത് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ കട്ട് ചെയ്തിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഞാൻ മാങ്ങ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ, കടയൊന്നും ഇല്ലല്ലോ, ഒന്ന് ഹർത്താലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ കൊടുമ്പുളി ഉണ്ടെങ്കിൽ കൊടുമ്പുളി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഒന്ന് ലൂസാക്കിയെടുത്തു. പിന്നെ ഇതിക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ നമ്മൾ ചേർത്ത് കൊടുത്ത ആ പൊടികൾ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ കറി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാനിതാ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ കറി ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ പച്ചമീൻ തന്നെ വേണമെന്നില്ല, ഉണക്കമീനാണെങ്കിലും ഇതേപോലെ കറി ഉണ്ടാക്കുക, നല്ല ടേസ്റ്റ് ആയിക്കാരം. ഈ ഉണക്കസ്രാവൊക്കെ ഉണ്ടല്ലോ അതുണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. ഇവിടെ ഉണക്കമീൻ കൊണ്ടുവരൽ തന്നെയല്ല കേട്ടോ, ഇവിടെ ബാബുവിനും കുട്ടികൾക്കും ഒന്നും ഉണക്കമീൻ ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കായിട്ട് അങ്ങനെ വാങ്ങിക്കലുമില്ല, എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഉണക്കമീനൊക്കെ കഴിക്കൽ. അപ്പോൾ അവർക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരലില്ല. അപ്പോൾ ഏതായാലും നമ്മൾ കറിയൊക്കെ തിളച്ച് ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തു. മീനും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനും വെന്തതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിനി. അപ്പോൾ തേങ്ങാപ്പാലും അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ കറി തിളക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ. പിന്നെ അടുപ്പിലാണെങ്കിൽ നല്ലോണം തീയും ഉണ്ട് വിറകും ഉണ്ട്. അപ്പോൾ തീയും വിറകൊക്കെ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ആ കനലിന്മേൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, തിളക്കാൻ അയക്കാതെ തന്നാൽ മതി കേട്ടോ.
തിളച്ച് വരുമ്പോഴാണ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ആ കറിൻ്റെ ടേസ്റ്റ് പോവുക. നമ്മൾ കറി ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അങ്ങനെ തിളക്കൂലല്ലോ. അപ്പോൾ കറിയൊക്കെ ഇളക്കി കൊടുത്തു. പിന്നെ ഇതാ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിക്കാരം നമ്മളെ മീൻ കറിക്ക്. അപ്പോൾ ഇത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് കൊണ്ടുപോവാം, എന്നിട്ട് അവിടെ നിന്ന് ചേർക്കാം കേട്ടോ. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നുണ്ടാവില്ലേ? ഒന്നുമല്ല കേട്ടോ, നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിക്കാരം. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ മീൻ കറി കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിട്ട് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ മീൻ കറി ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു റെസിപ്പി ഞാൻ എവിടെയും കോപ്പി അടിച്ചുണ്ടാക്കിയതല്ല കേട്ടോ, ഞാൻ തന്നെ എൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. എന്തായാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നിങ്ങളെ വീട്ടിലുള്ളവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ചോറൊക്കെ വിളമ്പിയിട്ട് ഞാൻ പിന്നെ മീൻ കറിയും അതേപോലെ തന്നെ നമ്മളെ മുരിങ്ങത്തോരനൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ചോറ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കഴിക്കുന്ന നേരമൊക്കെ ആകുമ്പോഴത്തേന് ഒരുപാട് സമയമാവും. അപ്പോൾ ഇപ്പോൾ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മളെ മുരിങ്ങുപ്പേരിയും അതേപോലെ തന്നെ മീൻ കറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.